ഒരു ഉദാഹരണം നമുക്ക് കാണാൻ തോന്നുന്നു. രവിന്റെ ഒരു ഫുട്ബോൾ ഉണ്ട്, അത് കാണാം. ഇത് ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. ഇസ്ലാം ഇത് അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സോക്കോൾഡ് വളരെ കുറച്ച് വരുന്ന ഭീകരവാദികൾ ഇത് ചെയ്യുന്നത്. ഇസ്ലാം ഒരു ടീം പോലെയാണ്, ഒരു ഫുട്ബോൾ ടീം എന്നൊക്കെ പറയുന്നത്. ഗോളടിക്കുന്ന ഒരാളായിരിക്കും, പക്ഷേ മിഡ്ഫീൽഡിൽ നിന്ന് പന്തെത്തിക്കണം, ഗോളി ഉൾപ്പെടെ അതിന് ഇൻവോൾവ് ആണ്. ഗോളിയും ഡിഫൻഡേഴ്സും മിഡ്ഫീൽഡും ഫോർവേഡ്സും മാത്രമല്ല, കളി കണ്ടുകൊണ്ട് വമ്പൻ ആരവത്തോടു കൂടി ഈ കളിക്കാരെ പിന്തുണയ്ക്കുന്ന ആ ഗ്യാലറി ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥ കരുത്ത്. ഇതിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇതൊരു ഒരു ഫുട്ബോൾ മാച്ച് പോലെയാണ്. കാരണം ഭീകരവാദികൾ ഇപ്പോൾ ഭീകരപ്രവർത്തനം നടത്തുന്ന കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ, ബാക്കി ഇങ്ങനെ അതിനുവേണ്ടി പണിയെടുത്ത് കൊടുക്കുന്ന, അതിന് ആരവം മുഴക്കുന്ന അതിന്റെ ഗാലറി ഉണ്ടല്ലോ, മുസ്ലിങ്ങളാകുന്ന വലിയ പൊതുജന സാമാന്യം, അവരാണ് പ്രധാന പ്രശ്നം. കാരണം അവരൊക്കെ എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ ഇപ്പോൾ ഇവിടെയുള്ള കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഗാലറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അവിടെ ഇങ്ങനെ ഭീകരപ്രവർത്തനം ഹായ് ഹായ് എന്ന് പറഞ്ഞിട്ട് IS ഒക്കെ തലവെട്ടുമ്പോൾ നമ്മളിങ്ങനെ കൈകൊട്ടുകയാണ്. ഇതാണ് അൾട്ടിമേറ്റ്ലി ഇയാൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ മൊത്തത്തിൽ എന്താണ് ഗാലറിയിൽ ഇങ്ങനെ ഭീകരവാദത്തിന് വേണ്ടി കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. വിഷയം എന്താ വെച്ചാൽ നമ്മൾ ഗോൾ അടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് പിടിക്കപ്പെടും. കാരണം തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. കാരണം വളരെ കുറച്ച് ആളുകൾ മാത്രം, ന്യൂനപക്ഷം വരുന്ന ആളുകൾ മാത്രമാണ് ഈ വിഷയത്തിൽ ആക്റ്റീവായിട്ട് തീവ്രവാദം ചെയ്യുന്നുള്ളൂ. അപ്പൊ പിന്നെ അത് മാത്രം പറഞ്ഞാൽ ഇവർക്ക് ഈ വർഗീയത പ്രചരിപ്പിക്കാൻ സാധിക്കുകയില്ല, RSSന്റെ അജണ്ട നടക്കൂല. അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും നമ്മളൊക്കെ അതിൽ ഇൻവോൾവ് ആക്കണം. ഈവൻ തോ നമ്മൾ എന്താണ് നായികക്ക് 40 വട്ടം അവരെ കുറ്റം പറഞ്ഞുകൊണ്ട്, അവരെ തള്ളി പറഞ്ഞുകൊണ്ട്, അവരെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ അതിൽ ഇൻവോൾവ് ആക്കിയാൽ മാത്രമേ ഇവർക്ക് ഇവരുടെ അജണ്ട നടക്കുകയുള്ളൂ. അതായത് ആളുകൾ ചിന്തിക്കുമല്ലോ, അപ്പം കോടിക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്, അതിൽ ഒരു 10 പേരോ അല്ലെങ്കിൽ ഈവൻ ഒരു 100 അത്രയൊക്കെ ആളുകളാണ് ഈ ഭീകരവാദികളായിട്ട് ഇങ്ങനെ തലവെട്ടാനൊക്കെ നടക്കുന്നത്. അപ്പോൾ ആളുകൾ ചിന്തിക്കും, കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട്, ഇത്രയും വളരെ ന്യൂനപക്ഷമായിട്ടുള്ള, അത് തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള കുറച്ച് ജിയോ പൊളിറ്റിക്കൽ റീസൺസിന്റെ പേരിലാണ് ഇങ്ങനെയുള്ള സംഘടനകൾ ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും കാലം ഇല്ലാത്തത്, അതേപോലെ ഈ ഇത്രയും ചുരുങ്ങിയ ആളുകൾ, ഇവർ മാത്രമല്ല ഭീകരവാദികളായിട്ടുള്ളൂ എന്ന് ചിന്തിച്ച് ആരെങ്കിലും എന്ത് ചെയ്യരുത്, മുസ്ലിങ്ങൾ ബാക്കിയുള്ളവരൊക്കെ നല്ലതാണെന്ന് വിചാരിച്ചു പോരുത്. അപ്പോൾ ആ വിചാരിച്ചു പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതലായിക്കൊണ്ട് പറയുന്നത്, അങ്ങനെയല്ല, അവരൊക്കെയാണ് ഭീകരപ്രവർത്തനം നടത്തുന്നത്, പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ഗാലറിയിൽ നിന്ന് എന്ത് ചെയ്യണം, അത് പിന്നെ നമുക്ക് എംപിരിക്കലി പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ ഗാലറിയിൽ ഇല്ല, കൈയടിക്കുന്നില്ല, ഞങ്ങൾക്ക് മാനസികമായ സന്തോഷമില്ല എന്നൊന്നും പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് അൾട്ടിമേറ്റ്ലി